കേസിൽ KPCC അധ്യക്ഷൻ കെ സുധാകരന് താൽക്കാലിക ആശ്വാസം. അടുത്ത ബുധനാഴ്ച വരെ സുധാകരനെതിരെ കടുത്ത നടപടികളൊന്നും സ്വീകരിക്കരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. സുധാകരൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് കോടതിയുടെ ഇടപെടൽ. എന്നാൽ സുധാകരൻ നിരപരാധിയെങ്കിൽ ഭയപ്പെടുന്നത് എന്തിനെന്ന് സർക്കാർ കോടതിയിൽ ചോദിച്ചു. മുൻകൂർ ജാമ്യ ഹർജിയിൽ വിശദീകരണം നൽകാൻ സർക്കാർ സമയം ആവശ്യപ്പെട്ടു. തുടർന്നാണ് അതുവരെ കടുത്ത നടപടികൾ ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായി ഹൈക്കോടതി ഉത്തരവിൽ രേഖപ്പെടുത്തിയത്. ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ അറസ്റ്റ് ചെയ്യില്ലെന്ന് സർക്കാർ ഉറപ്പ് നൽകിയതായി കോടതി രേഖപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അത്തരമൊരു ഉറപ്പ് നൽകാൻ കഴിയില്ലെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ TA ഷാജി ഇതിനെ എതിർത്തു. സാഹചര്യം പരിശോധിച്ച് മാത്രമേ അറസ്റ്റ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കാൻ കഴിയൂ എന്നും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. അറസ്റ്റ് ചെയ്യില്ലെന്ന് ഉറപ്പ് നൽകാൻ സർക്കാർ കോടതിയിൽ വിസമ്മതിച്ചു. കേസിൽ രാഷ്ട്രീയ പ്രേരിതമായാണ് സുധാകരനെ പ്രതി ചേർത്തതെന്ന് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ S. ശ്രീകുമാർ പറഞ്ഞു. 23-ന് ഹാജരാകാനാണ് K. സുധാകരന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതുവരെ സമയമുണ്ടെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. അതേസമയം മുൻകൂർ ജാമ്യ ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നത് ജൂൺ 21-ലേക്ക് മാറ്റി. അന്ന് വിശദമായ വാദം കേൾക്കും. വാദത്തിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്ന തെളിവുകളടക്കം പരിശോധിച്ചായിരിക്കും അറസ്റ്റുമായി ബന്ധപ്പെട്ട് കോടതിയുടെ അന്തിമ തീരുമാനം ഉണ്ടാവുക. മോൺസൺ മാവുങ്കലിന്റെ പുരാവസ്തു തട്ടിപ്പ് കേസിൽ 2ാം പ്രതിയാണ് K. സുധാകരൻ. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയ സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യം തേടി അദ്ദേഹം വ്യാഴാഴ്ച ഹൈക്കോടതിയെ സമീപിച്ചത്. തട്ടിപ്പ് നടത്തുകയോ കൂട്ടുനിൽക്കുകയോ ചെയ്തിട്ടില്ല. രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്നാണ് ചോദ്യം ചെയ്യൽ ഹാജരാകുന്നതിന് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് ജാമ്യ ഹർജിയിൽ പറയുന്നത്.